പുലാവ്, ബിരിയാണി അങ്ങനെയുള്ള റൈസ് വെറൈറ്റീസിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചട്നി പരിചയപ്പെടുത്താം, അല്ലെങ്കിൽ കച്ചമ്പർ പരിചയപ്പെടുത്താം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും തരുന്നതിനോടൊപ്പം ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു ചട്നിക്ക് വേണ്ടത് അധികം പുളിപ്പില്ലാത്ത നല്ല പഴുത്ത തക്കാളിയാണ്. ഒരു 500 ഗ്രാം വരെ എടുക്കാം. പക്ഷേ എനിക്ക് നല്ല പുളിപ്പുള്ളതാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ 300 ഗ്രാമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് മുമ്പേ വരെയൊക്കെ നമുക്ക് അധികം പുളിപ്പില്ലാത്ത ബാംഗ്ലൂർ തക്കാളി നമ്മുടെ നാട്ടിൽ കിട്ടുമായിരുന്നു. ഇപ്പം അതൊട്ടും കാണാനേ ഇല്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 300 മുതൽ 500 ഗ്രാമിന് ഇടയ്ക്കുള്ള വരുന്ന രീതിയിൽ എടുത്താൽ മതി കേട്ടോ. തക്കാളി ഇതുപോലെ പകുതി വെച്ച് കട്ട് ചെയ്ത് അതിൻ്റെ കണ്ണ് ഭാഗമൊക്കെ നീക്കം ചെയ്തിട്ട് ഇതുപോലെ എടുക്കാം കേട്ടോ. ഇനി ഒരു അടി കട്ടിയുള്ള പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും ചേർക്കാം. ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വെച്ചു കൊടുക്കാം. ഞാനൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കുന്നു കേട്ടോ. കടുകും ജീരകവും ഒന്ന് പൊട്ടുന്നത് വരെ. പൊട്ടിത്തുടങ്ങിയാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നന്നായിട്ട് പൊടിയായി കട്ട് ചെയ്ത ഗാർലിക്, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാണ് അടുപ്പുള്ളത്. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. സ്കിന്നുള്ള സൈഡ് മുകളിലേക്ക് വരുന്ന വിധത്തിൽ കമഴ്ത്തി വെച്ചു കൊടുക്കണം തക്കാളി. ഇതേപോലെ മുഴുവനായിട്ടും തക്കാളി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളിയുടെ തോല് അതിൻ്റെ ഫ്ലഷിന്ന് വിട്ട് വരുന്നത് വരെ. 8 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ ഞാൻ അടപ്പ് തുറന്നിട്ടുണ്ട്. തക്കാളിയുടെ സ്കിന്നെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അത് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇത് പേടിക്കണ്ട കേട്ടോ, കരിഞ്ഞു പോകുമൊന്നുമില്ല. നമ്മൾ അടച്ചു വെക്കുന്നത് കൊണ്ട് തക്കാളിയിൽ നിന്നുള്ള നീരിറങ്ങിയിട്ട് അതിൽ നിന്നോളും. അതുകൊണ്ട് കരിഞ്ഞു പോവില്ല. തക്കാളിയുടെ തോല് മുഴുവനായിട്ടും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണത്. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് തന്നെ നല്ല ചമ്മന്തി പോലെ ആവണം. ഇതേപോലെ ഉടച്ച തക്കാളി ഇനി നമ്മൾ തണിയാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. നന്നായിട്ട് തന്നെ കൂൾ ഡൗൺ ആവണം. എന്നിട്ടേ നമ്മൾ മറ്റു പച്ചക്കറികൾ ചേർക്കുള്ളൂ. ഇല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങാൻ തുടങ്ങും. ചട്നിയുടെ കൺസിസ്റ്റൻസി അപ്പോൾ പോവും. വെജിറ്റബിൾസിന്റെ ക്രഞ്ചും പോവും. തണിഞ്ഞ തക്കാളി ചട്നി ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റുള്ള പച്ചക്കറികൾ ചേർക്കാം. ആദ്യം തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ കക്കിരിക്കയാണ് ഞാൻ ചേർക്കുന്നത്. ചെറുതായി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പൊടിയായിട്ട് കട്ട് ചെയ്ത വല്യുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ. എരിവുള്ള പച്ചമുളക് 1 എടുത്തിട്ടുണ്ട്. നല്ല പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ചതച്ച മുളക് 1 ടീസ്പൂൺ. പച്ചമുളകും ചതച്ചമുളകും ചേർക്കുന്നത് എരിവിനും ടേസ്റ്റിനും വേണ്ടിയാണ് കേട്ടോ. റോസ്റ്റ് ചെയ്ത ജീരകത്തിന്റെ പൊടി 1/2 ടീസ്പൂൺ. ഇതിൽ ആദ്യം ജീരകം ചേർത്തിട്ടുണ്ട് നമ്മൾ. ജീരകത്തിന്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. പുതിനയുടെ ഇല അരിഞ്ഞതും മല്ലിയില അരിഞ്ഞതും ഓരോരോ ചെറിയ പിടി ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പക്ഷെ ഇതിന് നല്ല 2 ഇലകളും നല്ലൊരു ടേസ്റ്റ് തരും. 1-2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം. നിങ്ങളുടെ പുളിപ്പിന് ആവശ്യമുള്ളത്ര മാത്രം ചേർത്താൽ മതി. കാരണം നമ്മളുടെ തക്കാളിക്ക് നല്ല പുളിയുള്ളതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന തക്കാളിയുടെ പുളിയും കൂടെ നോക്കിയിട്ട് വേണം ഇത് ചേർക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഉപ്പിനെ പറ്റിയല്ലേ ചിന്തിക്കുന്നത്. ഉപ്പ് എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ സാലഡൊക്കെ സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ചേർക്കാവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ പച്ചക്കറിയിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങും. അപ്പോൾ ഇപ്പം ഞാൻ ചേർക്കുകയാണ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി. ഇനി നിങ്ങൾ ഈ ഒരു ചട്നി 1 ആഴ്ച വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉപ്പ് ചേർക്കാതെ സ്റ്റോർ ചെയ്തിട്ട് സെർവ് ചെയ്യുന്നതിന് മുന്നേ ഉപ്പ് ചേർത്തിട്ട് സെർവ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കച്ചമ്പർ ചട്നി ഇവിടെ റെഡിയാണ്. റൈസിന്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തി അങ്ങനെ ഫ്ലാറ്റ് ബ്രെഡിന്റെ കൂടെ എന്തിന്റെ കൂടെ വേണമെങ്കിലും പോകും. ഇത് തെലങ്കാന ആന്ധ്ര സ്പെഷ്യലാണ്. എൻ്റെ ഫ്രണ്ടാണ് എനിക്കിത് പറഞ്ഞു തന്നത്. നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ഉള്ളൂ, ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.